ഹലോ എവരിവൺ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് കീം 2025 ക്വസ്റ്റ്യൻ പേപ്പറിലെ മാത്സിൻ്റെ ഫസ്റ്റ് എക്സാം, അതായത് 23/4/2025 നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മാത്സിൻ്റെ ഫസ്റ്റ് പാർട്ടാണ്. അതായത് ക്വസ്റ്റ്യൻ നമ്പർ 1 ടു ക്വസ്റ്റ്യൻ നമ്പർ 10 വരെയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ലെറ്റ് എ ബി സി ബി ത്രീ ഫൈനൈറ്റ് സെറ്റ് ഇഫ് എൻ ഓഫ് എ ഇൻറ്റു ബി ഈസിക്കൽ 160, എൻ ഓഫ് ബി ഇൻറ്റു സി ഈസിക്കൽ 80 ആൻഡ് എൻ ഓഫ് സി ഇൻറ്റു എ ഈസിക്കൽ 200, ദെൻ എൻ ഓഫ് എ എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം രണ്ട് സെറ്റ് ഉണ്ടെന്ന് വെക്കുക. ഒരു സെറ്റ് എയും ഒരു സെറ്റ് ബിയും ഉണ്ട്. അപ്പോൾ ഈ സെറ്റിൽ n നമ്പർ ഓഫ് എലമെന്റ്സും ഈ സെറ്റിൽ m നമ്പർ ഓഫ് എലമെന്റ്സും ഉണ്ടെങ്കിൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ഓഫ് ബി എന്ന് പറയുന്നത് എ ഇൻറ്റു ബി എന്ന് പറയുന്നത് m ഇൻറ്റു n ആണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് എന്നൊരു എക്സാമ്പിൾ എടുത്ത് നോക്കി. ഇപ്പോൾ എ എന്ന് പറഞ്ഞൊരു സെറ്റ് ഉണ്ട്, ആ സെറ്റിൽ 1 എന്ന് പറഞ്ഞൊരു എലമെന്റ് ഉണ്ട്. ബി എന്ന് പറഞ്ഞൊരു സെറ്റിൽ 1,2 എന്ന് പറഞ്ഞൊരു എലമെന്റ് ഉണ്ടെങ്കിൽ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്താ വരിക? 1,1 ആൻഡ് 1,2 എന്ന് പറഞ്ഞ രണ്ട് എലമെന്റ്സ് ആണ് നമുക്ക് ഇതിന്റെ റിസൾട്ടന്റ് സെറ്റിൽ വരിക മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ ക്രോസ് ചെയ്യുമ്പോൾ അപ്പോൾ ഇത് നോക്കിയാൽ ഫസ്റ്റ് എലമെന്റിൽ 1 എലമെന്റ് ഉണ്ട്. ഫസ്റ്റ് സെറ്റിൽ 1 എലമെന്റ്, രണ്ടാമത്തെ സെറ്റിൽ 2 എലമെന്റ് ഉണ്ട്. സോ ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ് കിട്ടാൻ വേണ്ടിയിട്ട് 1 ഇൻറ്റു 2 ചെയ്താൽ മതി. അപ്പോൾ അതുപോലെ പറയുമ്പോൾ ഇഫ് എൻ ഓഫ് എ ഇൻറ്റു ബി ഈസിക്കൽ ടു 160 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. എൻ ഓഫ് ബി ഇൻറ്റു സി എന്ന് പറയുന്നത് 180 എന്ന് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് സി ഇൻറ്റു എ എന്ന് പറയുന്നത് 200 എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എൻ ഓഫ് എയുടെ നമ്പർ ഓഫ് എയിൽ എത്ര എലമെന്റ്സ് ഉണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കിത് സ്പ്ലിറ്റ് ആക്കി എഴുതാം. എൻ ഓഫ് എ ഇൻറ്റു ബി എന്ന് പറയുമ്പോൾ എൻ ഓഫ് എ ഇൻറ്റു എൻ ഓഫ് ബി എന്ന് എഴുതാം. ഓക്കെ, നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ഇൻറ്റു നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻറ്റു ബി. സോ അത് 160 ആണ്. നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻറ്റു ബി ഇൻറ്റു നമ്പർ ഓഫ് എലമെന്റ് ഇൻ സി ഈസിക്കൽ ടു 80 എന്ന് കിട്ടും. നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ സി ഇൻറ്റു നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ 200 എന്ന് കിട്ടും. ഓക്കെ, ഇതിന്ന് നമുക്ക് എങ്ങനെ എൻ ഓഫ് എ കണ്ടുപിടിക്കാൻ നോക്കാം. സോ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എൻ ഓഫ് ബി ഇതിൽ രണ്ടിലും കോമൺ ഉണ്ട്. ഇതിലും എൻ ഓഫ് ബി ഉണ്ട്, ഇതിലും എൻ ഓഫ് ബി ഉണ്ട്. അപ്പോൾ എൻ ഓഫ് ബി കളയാൻ വേണ്ടി നമുക്ക് എൻ ഓഫ് ബിയുടെ ആവശ്യമില്ല. ഇവിടെയും എൻ ഓഫ് ബി ഇല്ല. സോ എൻ ഓഫ് ബിയുടെ ആവശ്യമില്ല നമുക്ക്. അപ്പോൾ എൻ ഓഫ് ഡി കളയാൻ വേണ്ടിയിട്ട് ഈ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് സെക്കൻഡ് ഇക്വേഷൻ നമുക്കൊന്ന് ഡിവൈഡ് ചെയ്യാം. സോ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എൻ ഓഫ് എ ഇൻറ്റു എൻ ഓഫ് ബി ഡിവൈഡഡ് ബൈ എൻ ഓഫ് ബി ഇൻറ്റു എൻ ഓഫ് സി ഈസ് ഈക്വൽ ടു 160/80 എന്ന് കിട്ടും. സോ ഇത് ഫർദർ എൻ ഓഫ് ബി ക്യാൻസൽ ആയി പോകും. 80 ഇൻറ്റു 2 160 ആണ്. സോ വിൽ ഗെറ്റ് എൻ ഓഫ് എ ബൈ എൻ ഓഫ് സി ഈക്വൽസ് എന്ന് കിട്ടും. ഇങ്ങനെ കിട്ടി. അപ്പോൾ ഇനി നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. കാരണം നമുക്ക് തേർഡ് ഇക്വേഷനിൽ എന്താ ഉള്ളത്? എൻ ഓഫ് സി ഇൻറ്റു എൻ ഓഫ് എ ഈസ് ഈക്വൽ ടു 20 എന്നുണ്ട്. അങ്ങനെ ഇനി എന്ത് ചെയ്താൽ ഇപ്പം നമുക്ക് കിട്ടിയ ഈ ഫോർത്ത് ഇക്വേഷൻ ഈ തേർഡ് ഇക്വേഷനായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും? ഈ എൻ ഓഫ് സിയും കട്ടായി പോകും. അപ്പോൾ നമുക്ക് എൻ ഓഫ് എ എന്താന്ന് കിട്ടൂലേ? നോക്കിയാൽ എൻ ഓഫ് എ ബൈ എൻ ഓഫ് സി ഇൻറ്റു എൻ ഓഫ് സി ഇൻറ്റു എൻ ഓഫ് എ ഈക്വൽസ് 2 ഇൻറ്റു 20 എന്ന് കിട്ടും. നോക്കുമ്പോൾ എൻ ഓഫ് സിയും എൻ ഓഫ് സിയും ക്യാൻസൽ ആയി പോകും. അപ്പോൾ നമുക്ക് കിട്ടും എൻ ഓഫ് എ ഹോൾ സ്ക്വയർ ഈക്വൽസ് ടു 2 ഇൻറ്റു 20 എന്ന് കിട്ടും. 2 ഇൻറ്റു 20 എന്ന് കിട്ടും. ഇത് ഫർദർ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അയ്യോ, എവിടെയോ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടല്ലോ. ഇത് 20 അല്ല, ഇത് 200 ആണ്. ഇത് 200 ആണ്. ഓക്കെ, സോ ദിസ് ഈസ് 200. സോ 2 ഇൻറ്റു 200 2 ഇൻറ്റു 200. അപ്പോൾ എൻ ഓഫ് എ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 2 ഇൻറ്റു 200 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എഴുതാം എൻ ഓഫ് എ ഈക്വൽ ടു റൂട്ട് ഓഫ് 2 ഇൻറ്റു 200. നേരത്തെ എൻ ഓഫ് എ ഹോൾ സ്ക്വയർ ആയിരുന്നല്ലോ. അപ്പോൾ എൻ ഓഫ് എ ഈക്വൽ ടു റൂട്ട് ഓഫ് 400. റൂട്ട് ഓഫ് 400 എന്ന് പറയുന്നത് എന്താ? റൂട്ട് ഓഫ് 420. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ നമ്പർ ഇ ആണ്. ഓക്കെ, ഓപ്ഷൻ ഇ 20 ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. Now let's move on to the next question. സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യനിൽ പറഞ്ഞ എന്താ? ലെറ്റ് എഫ് ഓഫ് എക്സ് ഈസിക്കൽ x സ്ക്വയർ മൈനസ് 10x മൈനസ് 90 എന്ന് ക്വസ്റ്റ്യനിൽ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ദെൻ ഇൻവേഴ്സ് ഇമേജ് ഓഫ് 5, എഫ് ഇൻവേഴ്സ് ഓഫ് 5 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളോട് ചോദിച്ചുള്ളത്, നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് എഫ് ഓഫ് എക്സ് ഈസിക്കൽ ടു എക്സ് സ്ക്വയർ മൈനസ് 10x മൈനസ് 90 എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഇതിന്റെ 5ന്റെ ഇൻവേഴ്സ് ഇമേജ് എഫ് ഇൻവേഴ്സ് ഓഫ് 5 എന്ന് ചോദിച്ചത്. അപ്പോൾ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ എക്സിന്റെ അവിടെ ഏത് വാല്യൂ ഇട്ട് കഴിഞ്ഞാലാണ് നമുക്ക് 5 എന്ന് പറഞ്ഞ ഒരു വാല്യൂ കിട്ടുക എന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അതാണല്ലോ ഇൻവേഴ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? എക്സ് സ്ക്വയർ മൈനസ് 10x മൈനസ് 90ൽ ഏതോ ഒരു പെർട്ടിക്കുലർ എക്സ് കിട്ടിയപ്പോൾ എക്സ് ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് 5 കിട്ടി. അപ്പോൾ ആ എക്സ് എന്താണെന്നാണ് ചോദിക്കുന്നത്. അതാണ് നമ്മുടെ ഇൻവേഴ്സിന്റെ അർത്ഥം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് സോൾവ് ചെയ്താൽ മതി. ഈ 5നെ നമ്മൾ പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ ജസ്റ്റ് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആവും. എക്സ് സ്ക്വയർ മൈനസ് 10x മൈനസ് 90 മൈനസ് 5 എന്ന് പറഞ്ഞ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. പിന്നെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ എല്ലാവർക്കും അറിയില്ലേ. സോ ഇത് ഫൈനലായിട്ട് എന്ത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും? എക്സ് സ്ക്വയർ മൈനസ് 10x മൈനസ് 24 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. നമുക്കിത് സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം വെച്ചിട്ട് ഈസി ആയിട്ട് ചെയ്യാം.
ഫോർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു നമ്പർ എ ഇൻറ്റു ബി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 ഇൻറ്റു -24 1 ഇൻറ്റു -24 -24 കിട്ടണം. അതുപോലെ തന്നെ ആ രണ്ട് നമ്പർ ആഡ് ചെയ്യുമ്പോൾ -10 എന്ന് കിട്ടണം. അപ്പോൾ ഇത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റില്ലേ? അങ്ങനെ ഒരു നമ്പർ പറഞ്ഞേ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -24 കിട്ടണം, ആഡ് ചെയ്യുമ്പോൾ -10 കിട്ടണം. ഏത് വരും? എ പ്ലസ് ബി -10 വരണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -24 കിട്ടുന്ന നമ്പർ ഏതാ? 6 and 4 ചെയ്താൽ കിട്ടും, ബട്ട് -24 വരില്ല. വിച്ച് ഈസ് ദ നമ്പർ? 24 വരുന്ന 8 ഇൻറ്റു 3 പറ്റില്ല. 12 ഇൻറ്റു 2 പറ്റില്ല. 12 ഇൻറ്റു 2 പറ്റും. സോ ഓക്കെ, അപ്പം നമുക്ക് ഇതെങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? x² - 12x + 2x - 24 = 0. നോക്കി, -12 ഇൻറ്റു 2 എന്ന് പറയുന്നത് -24 ആണ്. ഓൾസോ -12 + 10 എന്ന് പറയുന്നത് -10 ആണ്. അപ്പം നമുക്കിവിടെ -12x + 2x എന്ന് കൊടുക്കാം. ഇനി ഇത് ജസ്റ്റ് നമ്മൾ കോമൺ എടുത്തിട്ട് സ്പ്ലിറ്റ് ചെയ്താൽ മതി. x ഇൻറ്റു x -12 + 2 ഇൻറ്റു x -12 = 0 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ x -12 നമ്മൾ കോമൺ ആയിട്ട് എടുക്കുക. സോ x -12 x + 2 = 0. അങ്ങനെയാണെങ്കിൽ ഇത് 0 ആവണമെങ്കിൽ എയ്തർ x = 12 ആവണം, അല്ലെങ്കിൽ x = -2 ആവണം. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒന്ന് 0 ആയാൽ മാത്രമല്ല ഇവിടെ 0 ഉള്ളൂ. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് -2, 12 എന്ന് പറഞ്ഞ ഒരു സെറ്റ് വരും. സോ നമുക്ക് നമ്മുടെ ഓപ്ഷൻസ് നോക്കി നോക്കാം. ഓപ്ഷൻസ് ഇവിടെ തന്നെയാണ്. ഓക്കെ, ഓപ്ഷൻസ് നമുക്ക് കിട്ടിയതാണ് -2, 12 -2, 12. യെസ്, ഓപ്ഷൻ ബി. Option B is the correct answer. Okay, now let's move on to the next question. Okay, അപ്പോൾ നമുക്ക് നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. Let f of x is equal to cos x, then the value of 1/2 into f of x plus y plus f of y minus x minus f of x into f of y. അപ്പോൾ ഈ cos of x plus y ന്റെ ഫോർമുല അറിയുന്നവർക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. സോ തന്നുള്ളത് f of x is equal to cos x എന്നാണെന്നുള്ളത്. അപ്പോൾ ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നോക്കിയാൽ നമുക്ക് കാണാം f of x plus y എന്നുണ്ട്. f of x plus y എന്ന് പറയുന്നത് ബേസിക്കലി എന്താ ഉദ്ദേശിക്കുന്നത്? f of x plus y എന്ന് ഉദ്ദേശിക്കുന്നത് cos of x plus y എന്നാണ്. f of y minus x എന്ന് പറഞ്ഞാലോ, f of y minus x എന്ന് പറഞ്ഞാൽ cos of y minus x. സോ ഇത് നമുക്ക് ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് അതൊന്ന് ചെയ്യാം. 1/2 ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് വൈ അല്ലേ, എഫ് ഓഫ് എക്സ് പ്ലസ് വൈ അല്ലേ തന്നുള്ളത്, എഫ് ഓഫ് എക്സ് പ്ലസ് വൈ. എഫ് ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ കോസ് ഓഫ് എക്സ് പ്ലസ് വൈ, കോസ് ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് കോസ് ഓഫ് വൈ മൈനസ് എക്സ്, കോസ് ഓഫ് വൈ മൈനസ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സിൻ്റെ എഫ് ഓഫ് വൈ എന്നാണ് പറഞ്ഞുള്ളത്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ കോസ് എക്സ്, കോസ് എക്സ് ആൻഡ് എഫ് ഓഫ് വൈ എന്ന് പറഞ്ഞാൽ കോസ് വൈ, കോസ് വൈ. ഓക്കെ, സോ ഇനി നമുക്ക് ഈ ഫർദർ ഉള്ളിൽ എക്സ്പാൻഡ് ചെയ്യാം. നമുക്ക് രണ്ട് രീതിക്ക് ചെയ്യാം. കോസ് എ പ്ലസ് കോസ് ബി എന്നുള്ള രീതിക്ക് ചെയ്യാം, അല്ലെങ്കിൽ കോസ് ഓഫ് എക്സ് പ്ലസ് വൈയും കോസ് ഓഫ് വൈ മൈനസ് എക്സും എക്സ്പാൻഡ് ചെയ്തിട്ടും ചെയ്യാം. ഞാൻ എക്സ്പാൻഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. കോസ് ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ എന്താ? കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ എന്നാണ്. സോ കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ പ്ലസ് കോസ് ഓഫ് വൈ മൈനസ് എക്സ് എന്ന് പറയുന്നത് കോസ് എക്സ് പ്ലസ് സൈൻ വൈ സൈൻ എക്സ് ആണ്. സൈൻ വൈ സൈൻ എക്സ്, സൈൻ വൈ സൈൻ എക്സ് മൈനസ് കോസ് എക്സ് കോസ് വൈ എന്ന് കിട്ടും. ആൻഡ് ഇതിൻ്റെ ബ്രാക്കറ്റിനുള്ളിൽ നോക്കുക, ഇത് മൈനസ് ആണ്. മൈനസ് സൈൻ എക്സ് സൈൻ വൈ പ്ലസ് സൈൻ എക്സ് സൈൻ വൈ. സോ അത് രണ്ട് ക്യാൻസൽ ആയി പോകും. പിന്നെ നമുക്കുള്ളത് രണ്ട് കോസ് എക്സ് കോസ് വൈ ആണ്. സോ 1/2 ഇൻറ്റു രണ്ട് കോസ് എക്സ് കോസ് വൈ ഉള്ളതുകൊണ്ട് തന്നെ 2 ഇൻറ്റു കോസ് എക്സ് കോസ് വൈ, 2 ഇൻറ്റു കോസ് എക്സ് കോസ് വൈ മൈനസ് കോസ് എക്സ് കോസ് വൈ എന്ന് കിട്ടും. മൈനസ് കോസ് എക്സ് കോസ് വൈ. സോ ഈ 2 ക്യാൻസൽ ആയി പോകും. ആൻഡ് സോ കോസ് എക്സ് കോസ് വൈ മൈനസ് കോസ് എക്സ് കോസ് വൈ എന്ന് കിട്ടും. സോ കോസ് എക്സ് കോസ് വൈ മൈനസ് കോസ് എക്സ് കോസ് വൈ എന്താ? 0. ഓക്കെ, സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 0 ആണ്. 0, ഓപ്ഷൻ ഇ. ഓപ്ഷൻ ഇ 0 ഈസ് അവർ കറക്റ്റ് ആൻസർ. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ക്വസ്റ്റ്യൻ നമ്പർ 4. ക്വസ്റ്റ്യൻ നമ്പർ 4 വായിച്ചു നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 4 എന്താണെന്നുള്ളത്, എഫ് ഓഫ് എക്സ് ഈസ് ഇക്വൽ ടു log 5x എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് ജി ഓഫ് എക്സ് ഈസ് ഇക്വൽ ടു കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് കാണേണ്ടത് ഡൊമൈൻ ഓഫ് ജി ഓഫ് എക്സ്, ജി ഓഫ് എഫ് ഓഫ് എക്സ് കാണേണ്ടത്. അപ്പോൾ ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ജി ഓഫ് എഫ് ഓഫ് എക്സ്. ഓക്കെ, അപ്പം നമ്മുടെ ജി എന്ന് പറഞ്ഞത് കോസ് ഇൻവേഴ്സ് എക്സ് ആണ്. സോ കോസ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ log 5x. ഓക്കെ, ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ആ ഫംഗ്ഷനിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസിനാണ് നമ്മൾ ഡൊമൈൻ എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഡൊമൈൻ നമ്മളോട് ചോദിച്ചിട്ടുള്ള ജി ഓഫ് എഫ് ഓഫ് എക്സിൻ്റെ ഡൊമൈനാണ്. അപ്പോൾ ജി ഓഫ് എഫ് എക്സിൻ്റെ ഡൊമൈൻ കിട്ടണമെങ്കിൽ ഈ കോസ് ഇൻവേഴ്സിൻ്റെ ഡൊമൈൻ നമുക്ക് ഓൾറെഡി അറിയാം. കോസ് ഇൻവേഴ്സിൻ്റെ ഡൊമൈൻ -1 to -1 ഈക്വൽ എക്സ് ഈക്വൽ ടു 1. ഇതാണ് നമുക്ക് കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ ഡൊമൈൻ തന്നിട്ടുള്ളത്. ശരിക്കും ഇത് തന്നെയാണ് ക്വസ്റ്റ്യനിലും അത് തന്നെയാണ് തന്നിട്ടുള്ളത്.
അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ log 5x വാല്യൂസ് ഇല്ലേ, log 5x റേഞ്ച് എന്താ, log 5x ഡൊമൈൻ എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്നാന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ വെച്ചാൽ, ഈ log 5x -1ന്റെയും -1ന്റെയും ഇടയിൽ വരണം. അപ്പോഴേ കോസ് ഇൻവേഴ്സ് എക്സ് ഇവിടെ ഡിഫൈൻഡ് ആവുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ലോഗ് ടു ദ ബേസ് 5x നമുക്ക് ഈ റേഞ്ചിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരണം. log 5x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ലോഗിന്റെ ഗ്രാഫ് എങ്ങനെ, ലോഗിന്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഗ്രാഫാണ് ലോഗിനുള്ളത്. ഓക്കെ, അപ്പോൾ ഗ്രേറ്റർ ദാൻ 0 ആണ് തന്നിട്ടുള്ളത്. സോറി, ഗ്രാഫ് വരച്ച് റെഡി അല്ല. ഇങ്ങനെ ഒരു ഗ്യാപ്പാണ് ലോഗിനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇത് സോൾവ് ചെയ്യാം. അപ്പോൾ log ടു ദ ബേസ് 5x എന്ന് പറയുമ്പോൾ ഇക്വാലിറ്റി സൈൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ എന്താവും, 5⁻⁻1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5⁻1 എന്ന് കിട്ടും. സോ 5⁻⁻1 എന്ന് പറഞ്ഞാൽ 1/5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് കിട്ടും. സോ എക്സിന്റെ വാല്യൂ 1/5ന്റെ 5ന്റെ ഇടയിൽ വരുമ്പോഴാണ് log 5x -1ന്റെയും 1ന്റെ ഇടയിൽ വരുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, -1ന്റെയും 1ന്റെയും ഇടയിൽ വരാത്തൊരു വാല്യൂ നമുക്ക് കോസ് ഇൻവേഴ്സിന് കൊടുക്കാൻ പറ്റില്ല. കോസ് ഇൻവേഴ്സ് ആ റേഞ്ചിലേ നമുക്ക് കിട്ടുള്ളൂ, ആ റേഞ്ചിലെ കോസ് ഇൻവേഴ്സ് ഡിഫൈൻഡ് ആയിട്ടുള്ളൂ, അത്രേ ഉള്ളൂ കോസ് ഇൻവേഴ്സ്. അപ്പോൾ നമുക്കറിയാം എക്സിന്റെ വാല്യൂ 1/5ന്റെയും 5ന്റെ ഇടയിൽ വന്നാൽ മാത്രമേ GF(f(x) നമുക്ക് ഡിഫൈൻഡ് ആയിട്ടുള്ളൂ. സോ 1/5 to 5 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. സോ ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞുള്ളത്, ലെറ്റ് z ഈസ് ഇക്വൽ ടു 1 + 1/i എന്നാ പറഞ്ഞുള്ളത്. നമുക്ക് വാല്യൂ ഓഫ് z⁴ കാണണം. ഓക്കെ, z⁴ കാണാം. അതിന് മുമ്പ് നമുക്ക് ഈ z, ഈ കോംപ്ലക്സ് നമ്പറിനെ ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. 1 + 1/i എന്നുള്ളത് മാറ്റാൻ വേണ്ടിയിട്ട് ഐനെ മേലെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മേലെയും താഴെ നമുക്ക് i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1 × i ബൈ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമുക്ക് i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. i × i ദാറ്റ് ഈസ് ഇക്വൽ ടു 1 + i/i². i²ന്റെ വാല്യൂ എന്താ വിനോ, എല്ലാവർക്കും അറിയാം. i² വാല്യൂ എന്ന് പറഞ്ഞാൽ -1 ആണ്. സോ 1 + i/-1, i/-1 എന്ന് പറഞ്ഞാൽ എന്താ, -i, 1 - i. സോ z ഈസ് ഇക്വൽ ടു 1 - i എന്ന് കിട്ടി. ഇനി നമുക്ക് വേണ്ട z⁴ ആണ്. അപ്പോൾ ആദ്യം നമുക്ക് z² കാണാം. z² എന്ന് പറയുമ്പോൾ 1 - i². സോ 1 സ്ക്വയർ a-b² ഫോർമുല എന്താ, a² + b² - 2ab എന്നാ. സോ 1² - i² -2 × 1 × i. സോ ഇറ്റ് ഈസ് 1 - 1 -i². -i² എന്ന് പറയുമ്പോൾ എന്താ, i² തന്നെയാണ്. സോ i² എന്ന് പറയുന്നത് -1 ആണ്. സോ 1 - 1 0 ആയി പോകും. -2 × 1 × i. സോ ദാറ്റ് ഈസ് -2i. അപ്പോൾ നിങ്ങളിവിടെ ഓർത്തേക്കേണ്ട കാര്യം എന്താ വെച്ചാൽ 1 - i² എന്ന് പറയുന്നത് എപ്പോഴും -2 ആവും, -2i ആവും. 1 + i² എന്ന് പറയുന്നത് +2i ആവും. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല, നേരെ ഇട്ട് കൊടുത്താൽ മതി. സോ ഇവിടെ z² -2i എന്ന് കിട്ടി. ഇനി z⁴ എന്ന് പറയുന്നത് എന്താ, z² അല്ലേ z⁴. സോ ഇനി -2i സ്ക്വയർ ചെയ്യാം. -2i സ്ക്വയർ ചെയ്യാൻ പറയുമ്പോൾ എത്ര, 4i² എന്ന് കിട്ടും. സോ 4i² എന്ന് പറയുന്നത് -4. സോ -4 ഇസ് അവർ ഫൈനൽ ആൻസർ. -4 എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടോ, യെസ്, ഓപ്ഷൻ ബി -4 എന്നുണ്ട്. സോ -4 ഇസ് അവർ കറക്റ്റ് ആൻസർ. നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ സിക്സ്ത് ക്വസ്റ്റ്യൻ. സിക്സ്ത് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ദ മോഡുലസ് ഓഫ് ദ കോംപ്ലക്സ് നമ്പർ 2√2 + i2√2² ഈസ് ഇക്വൽ ടു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്കറിയാം ഒരു കോംപ്ലക്സ് നമ്പർ x + iy എന്നുണ്ടെങ്കിൽ അതിൻ്റെ മോഡുലസ് എന്ന് പറയുന്നത് എന്താ, √(x² + y² എന്നാണ്. ഓക്കെ, നമുക്ക് മോഡുലസ് കാണേണ്ടത് 2√2 + i2√2² എന്ന് പറഞ്ഞ കോംപ്ലക്സ് നമ്പറിൻ്റെ എന്താണ്, മോഡുലസ് ആണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം x + iy എന്ന് പറഞ്ഞ ഒരു ഇതിൻ്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ √(x² + y² ആണെന്ന് അറിയാം. അപ്പോൾ ഇത് റേസ് ടു സം n ആണെങ്കിൽ അതിൻ്റെ മോഡുലസ് എന്ന് പറയുന്നത് √(x² + y² റേസ് ടു n നമുക്ക് എഴുതാൻ പറ്റും. സോ ഈ കേസിൽ ഇതിൻ്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ √2√2² + x 2√2 ആണ്, y-യും 2√2 ആണ്. 2√2² ഇതിൻ്റെ സ്ക്വയർ. സോ ഇങ്ങനെ വരുമ്പോൾ റൂട്ടിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ റൂട്ട് പോകും. റൂട്ട് പോയി കഴിഞ്ഞാൽ നമുക്കുള്ളത് 2√2² + 2√2² ആണ്. 2√2² എന്ന് പറഞ്ഞാൽ എത്ര, 4 × 2 8, 8 × 2 16. സോ ഇതും 8 ആണ്, ഇതും 8 ആണ്. സോ 8 × 2 16. സോ 16 ഇസ് അവർ കറക്റ്റ് ആൻസർ. നമ്മുടെ കറക്റ്റ് ആൻസർ 16 വരും. സോ ഓപ്ഷൻ ഇ ഇസ് ദ കറക്റ്റ് ആൻസർ. നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ സെവൻത് ക്വസ്റ്റ്യൻ. ഇപ്പോൾ സെവൻത് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ഇഫ് z is equal to 6 and z - z equal to 4i. ഓക്കെ, ഈ ബാർ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് കോൺജുഗേറ്റ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പർ x + iy
സെഡ് ഈസ് ഇക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്നുണ്ടെങ്കിൽ സെഡ് ബാർ എന്ന് പറയുന്നത് എക്സ് മൈനസ് ഐ വൈ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ അതാണ് കോൺജുഗേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സെഡ് പ്ലസ് സെഡ് ബാർ ഈക്വൽ 6 ആൻഡ് സെഡ് മൈനസ് സെഡ് ബാർ ഈക്വൽ ടു 4 ആയി തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ കാണണ്ടേ? മോഡുലസ് ഓഫ് സെഡ് ഹോൾ സ്ക്വയർ കാണണ്ടേ. അപ്പോൾ നമുക്ക് നോക്കിയേ, ഇവിടെ ഒരു പ്ലസ് ഇവിടെ ഒരു മൈനസ്. അപ്പോൾ ഈ ഫസ്റ്റ് ഇക്വേഷനും ഈ സെക്കൻഡ് ഇക്വേഷനും ഞാൻ ആഡ് ചെയ്താൽ എനിക്ക് ഈ സെഡ് ബാറിനെ അവിടെ ഇവിടുന്ന് കളയാൻ പറ്റും. അത് നോക്കിയാൽ സെഡ് പ്ലസ് സെഡ് ബാർ ഈക്വൽ ടു 6 ആൻഡ് സെഡ് മൈനസ് സെഡ് ബാർ ഈക്വൽ ടു 4 ആയി എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് രണ്ടും ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ സെഡ് പ്ലസ് സെഡ് എന്താ 2z, സെഡ് ബാർ മൈനസ് സെഡ് ബാർ 0. പിന്നെ നമുക്കുള്ളത് 6 പ്ലസ് 4 ആയി. ഇനി ഈ 2നെ നമ്മൾ ഇപ്പുറത്തേക്ക് വിടുമ്പോൾ സെഡ് ഈസ് ഇക്വൽ ടു 6 പ്ലസ് 4i ബൈ 2 എന്ന് വരും. 6 പ്ലസ് 4 ബൈ 2 എന്ന് പറഞ്ഞാൽ അത്ര 3 പ്ലസ് 2 ആയി വരും. ഓക്കെ, സോ നമുക്ക് കോംപ്ലക്സ് നമ്പർ സെഡ് ഈസ് ഇക്വൽ ടു 3 പ്ലസ് 2 ആയി കിട്ടി. ഇനി 3 പ്ലസ് 2 ഐൻ്റെ മോഡുലസിന്റെ സ്ക്വയറാണ് നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് സെഡ് സ്ക്വയർഡ് ആണ് വേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് സെഡ് കണ്ടുപിടിക്കാം, മോഡുലസ് ഓഫ് സെഡ് കണ്ടുപിടിക്കാം. മോഡുലസ് ഓഫ് സെഡ് എന്ന് പറയുന്നത് എന്താ? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. സോ ദാറ്റ് ഈസ് 3 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. ഇതിന്റെ വാല്യൂ എന്താ വരിക? റൂട്ട് ഓഫ് 3 സ്ക്വയർ എന്ന് പറയുന്നത് 9 പ്ലസ് 4 എന്ന് പറയുന്നത് 13, റൂട്ട് ഓഫ് 13 വരും. ഇനി റൂട്ട് ഓഫ് 13ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്ര? സെഡ് സ്ക്വയർഡ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 13ന്റെ സ്ക്വയർ ആണ്. റൂട്ട് ഓഫ് 13ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്ര വരും? 13 വരും. സോ നമ്മുടെ കറക്റ്റ് ആൻസർ 13 വരും. സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ, ഓപ്ഷൻ ഡി. Now let's move on to the 8th question. 8th question വായിച്ചു നോക്കാം. ഓക്കെ, 8th question വായിച്ചു നോക്കാം. 8th questionൽ തന്നിട്ടുള്ളത് z is equal to 2 minus i by alpha plus i, where alpha is a real number എന്നാണ് പറഞ്ഞുള്ളത്. ഈ 4 into real part of the complex number z equal to 3 into imaginary part of complex number z bar, then the value of alpha. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആരും പേടിച്ചു പോരുത്, ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പർ സെഡ് ഈസിക്കൽ എക്സ് പ്ലസ് ഐ വൈ എന്നുണ്ടെങ്കിൽ ഈ എക്സ് ആണ് ഇതിന്റെ റിയൽ പാർട്ട് ഓഫ് സെഡ്. ഓക്കെ, ആൻഡ് ഈ വൈ ആണ് ഇതിന്റെ ഇമാജിനറി പാർട്ട് ഓഫ് സെഡ് എന്ന് പറയുന്നത്. ഈ ഐ കൂട്ടാതെ ഈ വൈ മാത്രത്തിനാണ് ഇമാജിനറി പാർട്ട് ഓഫ് സെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് 4 into റിയൽ പാർട്ട് ഓഫ് ദിസ് കോംപ്ലക്സ് നമ്പർ സെഡ് ഈസിക്വൽ ടു 3 into ഇമാജിനറി പാർട്ട് ഓഫ് കോംപ്ലക്സ് നമ്പർ സെഡ് ബാർ, അതായത് ഇതിന്റെ കോൺജുഗേറ്റ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യം ഇപ്പൊ ഈ ഇതിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡിനോമിനേറ്റർ മേലെ ഡിഫറെന്റ് കോംപ്ലക്സ് നമ്പേഴ്സ് ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഐന്റെ ടേംസിലേക്ക് മാത്രമാകാം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് അറിയാം? ഈ ഡിനോമിനേറ്ററിലെ കോംപ്ലക്സ് നമ്പർ നമുക്ക് റിയൽ നമ്പർ ആക്കാം. അപ്പോൾ അതിന് എന്ത് ചെയ്യണം? ഈ ഇതിന്റെ ഇതിന്റെ കോൺജുഗേറ്റ് കൊണ്ട് മേലെ ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിനോമിനേറ്റർ നമുക്കൊരു നമ്പർ ആക്കാൻ പറ്റും, കോംപ്ലക്സ് നമ്പർ അല്ലാതാക്കാൻ പറ്റും. അതായത് ഇപ്പൊ 2 മൈനസ് ഐ ഇൻറ്റു ആൽഫ പ്ലസ് ഐനെ ഞാൻ ആൽഫ മൈനസ് ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ വെക്കുക. അപ്പോൾ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യണം. സോ അതായത് അപ്പോൾ എന്തായി? ആൽഫ പ്ലസ് ഐ ഇൻറ്റു ആൽഫ മൈനസ് ഐ എന്ന് പറയുന്നത് എന്താ? ആൽഫ സ്ക്വയർ മൈനസ് ഐ സ്ക്വയർ. ആൽഫ സ്ക്വയർ മൈനസ് ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആൽഫ സ്ക്വയർ മൈനസ് -1. സോ ആൽഫ പ്ലസ് 1 എന്നായില്ലേ? അപ്പോൾ ഇതൊരു കോംപ്ലക്സ് നമ്പർ അല്ലാണ്ടായില്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് റിയൽ പാർട്ടിനെയും ഇമാജിനറി പാർട്ടിനെയും സെപ്പറേറ്റ് ആക്കി എഴുതാൻ പറ്റും. മനസ്സിലായോ? ഇപ്പം ഇങ്ങനെ വരുമ്പോൾ ഇത് നോക്കിയാൽ ഇങ്ങനെ 2 ഐ വരുമ്പോൾ നമുക്ക് ഏതാ ഇമാജിനറി പാർട്ടി ഏതാ റിയൽ പാർട്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ ഒറ്റ ഐന്റെ ടേം ന്യൂമറേറ്ററിൽ മാത്രം ഐ വരുന്ന ടേംസിലാക്കുകയാണെങ്കിൽ നമുക്ക് ഏതാ കോംപ്ലക്സ് നമ്പർ, ഏതാ റിയൽ പാർട്ട്, ഏതാ ഇമാജിനറി പാർട്ട് എന്ന് പറയാൻ പറ്റും. അപ്പോൾ മനസ്സിലാക്കി തരാം. ഇപ്പോൾ നോക്കിയേ, ഇപ്പോൾ ഈ 2 മൈനസ് ഐ ഇൻറ്റു ആൽഫ മൈനസ് ഐ ന്യൂമറേറ്ററിൽ എന്തായി? ആൽഫ സ്ക്വയർ പ്ലസ് 1, ഡിനോമിനേറ്ററിൽ ആൽഫ സ്ക്വയർ പ്ലസ് 1 ആയി. ഇനി മേലത്തേന് എക്സ്പാൻഡ് ചെയ്യുക. 2 മൈനസ് ഐ ഇൻറ്റു ആൽഫ മൈനസ് ഐ, 2 ആൽഫ മൈനസ് 2i മൈനസ് ആൽഫ ഐ, 2 ആൽഫ മൈനസ് 2i മൈനസ് ആൽഫ ഇൻറ്റു മൈനസ് ഐ മൈനസ് ഇൻറ്റു മൈനസ് പോസിറ്റീവ് ഐ സ്ക്വയർ എന്നായി ബൈ ആൽഫ സ്ക്വയർ പ്ലസ് 1. ഇനി ഇതിനെ ഫർദർ സിംപ്ലിഫൈ ചെയ്യാം. സോ സെഡ് ഈസ് ഈക്വൽ ടു 2 ആൽഫ പ്ലസ് ഐ സ്ക്വയർ എന്ന് പറയുന്നത് -1 മൈനസ് ഐ ഞാൻ പുറത്തെടുക്കുകയാണ്, 2 പ്ലസ് ആൽഫ എന്ന് വരും. ഓക്കെ, ബൈ ആൽഫ സ്ക്വയർ പ്ലസ് 1. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഈ ഇമാജിനറി പാർട്ടിക്കും റിയൽ പാർട്ടിക്കും ഡിനോമിനേറ്ററിനെ സ്പ്ലിറ്റ് ചെയ്യുക ബൈ 2 ആൽഫ മൈനസ് 1 ബൈ ആൽഫ സ്ക്വയർ പ്ലസ് 1 മൈനസ് ഐ ഇൻറ്റു 2 പ്ലസ് ആൽഫ ബൈ ആൽഫ സ്ക്വയർ പ്ലസ് 1 പറ്റി. ഓക്കെ, നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് എന്താ? ഞാൻ അതൊന്ന് അപ്പുറത്തേക്ക് കോപ്പി എടുത്ത് ചെയ്താണ്. ഓക്കെ, ഇത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആൻഡ് നമുക്ക് തന്നിട്ടുള്ളത് ഓക്കെ ഇപ്പൊ ഇത്രയും ഡാറ്റയാണ് നമ്മുടെ കയ്യിലുള്ളത്.
ഇനി എന്താ 4 ഇൻറ്റു റിയൽ പാർട്ട് ഓഫ് സെഡ്. റിയൽ പാർട്ട് ഇതിൽ റിയൽ പാർട്ട് എന്ന് പറയുന്നത് എന്താ, ഈ ഐൻ്റെ ഭാഗം അല്ലാത്തതിനാണ് നമ്മൾ റിയൽ പാർട്ട് എന്ന് പറയുക. സോ ഇവിടുത്തെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് ഇതാണ് റിയൽ പാർട്ട് ഓഫ് സെഡ് എന്ന് പറയുന്നത് 2 ആൽഫ മൈനസ് 1 ബൈ ആൽഫ സ്ക്വയർ പ്ലസ് 1. സോ നമുക്കതൊന്ന് എഴുതി തരാം, ഈ ഇക്വേഷൻ ആക്കി എഴുതാം. 4 ഇൻറ്റു റിയൽ പാർട്ട് ഓഫ് സെഡ്, 4 ഇൻറ്റു റിയൽ പാർട്ട് ഓഫ് സെഡ് എന്ന് പറയുന്നത് എത്ര ഇവിടെ നമുക്ക് കിട്ടിയത് 2 ആൽഫ മൈനസ് 1 ബൈ ആൽഫ സ്ക്വയർ പ്ലസ് 1. 2 ആൽഫ മൈനസ് 1 ബൈ ആൽഫ സ്ക്വയർ പ്ലസ് 1 ആണ് നമുക്ക് റിയൽ പാർട്ട് ഓഫ് സെഡ് ആയിട്ട് കിട്ടിയത്. എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു ഇമാജിനറി പാർട്ട് ഓഫ് കോൺജുഗേറ്റ് ഓഫ് സെഡ്. സെഡ് ബാർ എന്ന് പറഞ്ഞാൽ കോൺജുഗേറ്റ്. സോ കോൺജുഗേറ്റ് എന്ന് പറയുമ്പോൾ ഈ ഐൻ്റെ സൈൻ മാറ്റി കൊടുക്കണം. അപ്പോൾ ഇവിടെ എഴുതാൻ സ്ഥലമുണ്ടോ, സെഡ് ബാർ ഈക്വൽ ടു 2 ആൽഫ മൈനസ് 1 ബൈ ആൽഫ സ്ക്വയർ പ്ലസ് 1 ആൻഡ് സെഡ് ബാർ എന്ന് പറയുമ്പോൾ ഈ ഐൻ്റെ സൈൻ മാറിയിട്ട് പോസിറ്റീവ് ആവും. 2 പ്ലസ് ആൽഫ കോൺജുഗേറ്റ് എന്ന് പറയുമ്പോൾ ആൽഫ സ്ക്വയർ പ്ലസ് 1. ഓക്കെ, ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇനി എന്ത് ചെയ്താൽ ഇമാജിനറി പാർട്ട് ഓഫ് സെഡ് ബാർ എന്ന് പറയുന്നത് എന്താ 2 പ്ലസ് ആൽഫ ബൈ ആൽഫ സ്ക്വയർ പ്ലസ് 1. 2 പ്ലസ് ആൽഫ ബൈ ആൽഫ സ്ക്വയർ പ്ലസ് 1 എന്നാണ്. നമുക്ക് ജസ്റ്റ് ഇത് സോൾവ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ തന്നെ ആൽഫ സ്ക്വയർ പ്ലസ് 1 ആൽഫ സ്ക്വയർ പ്ലസ് 1 ക്യാൻസൽ ആയി പോയി. പിന്നെ നമുക്കുള്ളത് 4 ഇൻറ്റു 2 ആൽഫ മൈനസ് 1 ഈക്വൽ ടു 3 ഇൻറ്റു 2 പ്ലസ് ആൽഫ എന്നുള്ളതിനെ സോൾവ് ചെയ്താൽ മതി. ഓക്കെ, ഇത് ഫർദർ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 4 ഇൻറ്റു 2 ആൽഫ എന്ന് പറയുന്നത് എത്രയായി 8 ആൽഫ മൈനസ് 4 ഇൻറ്റു മൈനസ് 1 മൈനസ് 4 3 ഇൻറ്റു 2 6 പ്ലസ് 3 ആൽഫ. സോ ദാറ്റ് വുഡ് ബി 8 ആൽഫ മൈനസ് 3 ആൽഫ ഈക്വൽ ടു 6 പ്ലസ് 4. ഓക്കെ, നമുക്ക് നേരെ ആൻസർ കിട്ടിയിട്ടുണ്ട്. 8 ആൽഫ മൈനസ് 3 ആൽഫ എന്ന് പറയുന്നത് എത്ര 5 ആൽഫ. 6 പ്ലസ് 4 എന്ന് പറയുന്നത് എത്ര 10. അപ്പോൾ ആൽഫയുടെ വാല്യൂ എന്താ ആൽഫ ഈസ് ഈക്വൽ ടു 10/5 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ പേടിച്ചോടി പോകരുത്. ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആദ്യം ഞാനും ഇതേപോലെ തന്നെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ പേടിച്ചോടി പോയിരുന്നു. സോ കറക്റ്റ് ആൻസർ ഈസ് 2. ഓക്കെ, ദിസ് ഇസ് വെരി 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 സിമ്പിൾ ക്വസ്റ്റ്യൻ. കുറച്ച് ചെയ്യാണ്ട്, ബട്ട് നമ്മൾ ചെയ്ത് ഫാസ്റ്റ് ആക്കണം. കാരണം നിങ്ങൾക്കറിയാം 75 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ചെയ്യാനുള്ള മാത്സിൽ. സോ നിങ്ങൾ ഫാസ്റ്റ് ആയേ പറ്റുള്ളൂ. സോ നമുക്ക് നമ്മുടെ 9th ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. പിന്നെ ജി പി ദ ഫസ്റ്റ് ആൻഡ് തേർഡ് ടേംസ് ആർ 4 and 8 റെസ്പെക്റ്റീവ്ലി. ഓക്കെ, പിന്നെ ജി പി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു കോമൺ റേഷ്യോ ഉണ്ടാവും. ഒരു ജി പിയുടെ എക്സാമ്പിൾ ആണ് 2 4 8 16. ഇതൊരു ജി പി ആണ്. കാരണം എന്താ 4/2 ചെയ്താലും, അതായത് സെക്കൻഡ് ടേം ബൈ ഫസ്റ്റ് ടേം അങ്ങനെ കോൺസിക്യൂട്ടീവ് ടേംസിൽ തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കൊരു കോമൺ റേഷ്യോ കിട്ടണം. ഇവിടെ നോക്കിയാൽ 4/2 ഈസ് ഇക്വൽ ടു 2, 8/4 ഈസ് ഇക്വൽ ടു 2, 16/8 ഈസ് ഇക്വൽ ടു 2. ഓക്കെ, അതിനാണ് നമ്മളൊരു ജി പി എന്ന് പറയുക. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞാണ്, അതാണ് ജി പി. ഓക്കെ, അപ്പോൾ എന്ന് പറഞ്ഞാൽ ജി പിക്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫസ്റ്റ് ടേം ആൻഡ് തേർഡ് ടേംസ് ആർ 4 and 8 റെസ്പെക്റ്റീവ്ലി. ഇപ്പോൾ ഒരു ജി പിയിലെ ഫസ്റ്റ് ടേമിന് നമ്മൾ എ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുക. ആൻഡ് nth ടേം ഓഫ് എൻ എ പി അല്ല nth ടേം ഓഫ് എ പി ഉണ്ട്. സോ nth ടേം ഓഫ് ജി പി എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക, nth ടേം ഓഫ് എ ജി പി, nth ടേം ഓഫ് എ ജി പി എന്ന് പറയുന്നത് എ ഇൻറ്റു ആർ റൈസ് ടു n മൈനസ് 1. ഓക്കെ, ഈ ആർ എന്ന് പറയുന്നതിനാണ് നമ്മൾ കോമൺ റേഷ്യോ എന്ന് പറയുക. ഈ കേസിൽ കോമൺ റേഷ്യോ 2 ആണ്. സോ ഈ ആർ എന്ന് പറയുന്നത് കോമൺ റേഷ്യോ ആണ്. ഓക്കെ, കോമൺ റേഷ്യോ. ഓക്കെ, മനസ്സിലായില്ലേ? എ എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം, ആർ എന്ന് പറയുന്ന കോമൺ റേഷ്യോ, ഈ എൻ എന്ന് പറയുന്നത് nth ടേം ഓഫ് എൻ എ പിന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിന് എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പൊ ഈ 2 ഇല്ലേ, ഇവിടെ ഇതാണ് ഇതിലെ ഫസ്റ്റ് ടേം എ, ആൻഡ് ഇതിലെ ആർ എന്ന് പറയുന്നത് 2, കോമൺ റേഷ്യോ 2 നമുക്ക് കിട്ടി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തേർഡ് ടേം കണ്ടുപിടിക്കണമെങ്കിൽ എ ഇൻറ്റു ആർ റേസ് ടു എൻ എന്ന് പറയുന്നത് 3 മൈനസ് 1. എ ആർ സ്ക്വയർ ചെയ്താൽ തേർഡ് ടേം അല്ലേ ഞാൻ കൊണ്ടുപിടിക്കുന്നത്, അതുകൊണ്ടാണ് ഇവിടെ എന്നിന് പകരം 3 ആയത്. സോ എ എന്ന് പറയുന്നത് 2, ആർ എന്ന് പറയുന്നത് 2 സ്ക്വയർ 2 ഇൻറ്റു 4 8. സോ കണ്ടില്ലേ, തേർഡ് ടേം 8 കിട്ടിയില്ല, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ടേം 8. സോ അതാണ് nth ടേം ഓഫ് എൻ എ പി ജി പി കാണാനുള്ള ഫോർമുല, എ ഇൻറ്റു ആർ റേസ് ടു എൻ മൈനസ് 1. നമുക്കിവിടെ ക്വസ്റ്റ്യൻ വന്നിട്ട് ഫസ്റ്റ് ആൻഡ് തേർഡ് ടേംസ് ആർ 4 and 8 റെസ്പെക്റ്റീവ് എന്നുണ്ട്. സോ ഫസ്റ്റ് ടേം ഈസ് 4 ആൻഡ് തേർഡ് ടേം എന്ന് എ റൈസ് ടു 3 മൈനസ് 1 എ ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു നമുക്ക് തന്നിട്ടുള്ളത് 8. ഇങ്ങനെ ഒരു ഇത് തന്നിട്ടുണ്ട്. പിന്നെ നമ്മളോട് നേരെ ചോദിച്ചിട്ടുണ്ട് 21st ടേം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വാട്ട് ഈസ് ദ 21st ടേം എന്താണെന്നാണ് നമ്മളോട് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? എ ഇസിക്കൽ 4 എന്നുണ്ട്, എ ആർ സ്ക്വയർ ഇസിക്കൽ 8 എന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് 6 കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യാം, ഈ സെക്കൻഡ് ഇക്വേഷനെ ഫസ്റ്റ് ഇക്വേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. എ ആർ സ്ക്വയർ ബൈ എ ഇസിക്കൽ ടു 8/4. ഈ എ കട്ടായി പോകും, 2 ആർ സ്ക്വയർ ഇസിക്കൽ ടു 2 എന്ന് കിട്ടി. ആർ സ്ക്വയർ ഇസിക്കൽ ടു 2 എന്ന് കിട്ടി. ഓക്കെ, ഇപ്പോൾ ആർ ഇപ്പോൾ √2 എന്ന് എഴുതണ്ട, നമുക്ക് ഇത് ചെയ്ത് നോക്കാം. 21st ടേം എന്ന് പറയുമ്പോൾ എ ഇൻറ്റു ആർ റേസ് ടു 21 മൈനസ് 1 എ ഇൻറ്റു ആർ റേസ് ടു 20. ഓക്കെ, ഓക്കെ, അപ്പോൾ ആർ സ്ക്വയർ 2 എന്ന് കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ഇന്ന് ഈ സെക്കൻഡ് ഇക്വേഷന് എ കണ്ടുപിടിക്കാൻ പറ്റും. എ ഇൻറ്റു ആർ സ്ക്വയർ ഈസിക്കൽ ടു 8, എ ഇൻറ്റു 2 ഈസിക്കൽ ടു 8. സോ എ ഈസിക്കൽ ടു 8/2 4 എന്ന് കിട്ടി. എയുടെ വാല്യൂ 4 കിട്ടി, ആർ സ്ക്വയർ ഈസിക്കൽ ടു 2 എന്ന് കിട്ടി. നമുക്കത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 4 ഇൻറ്റു ആർ റേസ് ടു 20 നമുക്ക് ആർ സ്ക്വയർ റേസ് ടു 10 എന്ന് എഴുതിക്കൂടെ, അങ്ങനെ എഴുതിക്കൂടെ, നമുക്ക് ഓൾറെഡി ആർ സ്ക്വയർ അറിയാം.
അപ്പം ഇനി എന്ത് ചെയ്താൽ 4 × r² അവിടെ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 4 × 2 × 10. 2 × 10ന്റെ വാല്യൂ എന്താ? 2 × 10ന്റെ വാല്യൂ ആണ് 1024. 1024. സോ അത് അറിഞ്ഞിരിക്കേണ്ടതാണ്. 2/5 എന്ന് പറയുന്നത് ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. 2/5 എന്ന് പറയുന്നത് 32. ഇങ്ങനെ എപ്പോഴെപ്പോഴും വരുന്നുണ്ട്. 2/5 32 ആണ്. 2/10 1024 ആണ്. ഇങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ 2/10 1024 ആണ് നിങ്ങൾ ഓർത്ത് വെക്കുക. മോസ്റ്റ് പ്രോബബിൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും വരും 2/10ന്റെ. അപ്പോൾ നമ്മൾ ചെയ്ത് നോക്കുന്ന അത്രയും മീൻസ് ഇത്ര സെക്കൻഡ്സ് ആണെങ്കിലും നമുക്ക് ലാഭിക്കാൻ പറ്റും. സോ 4 × 1024 എന്ന് പറയുന്നത് എന്താ? 1024 × 4 ചെയ്യാം. 6190 4096 നമുക്ക് ആൻസർ കിട്ടും. സോ 4096 എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കാം. യെസ്, ഓപ്ഷൻ ഇ 4096 ഈസ് അവർ കറക്റ്റ് ആൻസർ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സോറി പാർട്ട് 1ലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 10 നമുക്ക് വായിച്ചു നോക്കാം. ലെറ്റ് A1 A2 A3 be in GP if A1 A2 A3 is equal to 64 and A1 A2 A3 into A4 A5 is equal to 32 കോമൺ റേഷ്യോ എന്താണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇതും സെയിം GPന്റെ കോൺസെപ്റ്റ് ആണ്. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത അതേ സാധനം. സോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം. ഇഫ് A1 × A2 × A3 is equal to 64 എന്നാണ് പറയുന്നത്. A1 എന്ന് പറയുന്നത് A, A2 എന്ന് പറയുന്നത് എന്താ? A × r⁻2 - 1 AR, ആൻഡ് A3 എന്ന് പറയുന്നത് എന്താ? A × r × 3 - 1. സോ AR² is equal to 64. ഓക്കെ, മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ കോൺസെപ്റ്റ് മനസ്സിലായില്ലെങ്കിൽ ഞാൻ നേരത്തെ 9th ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒന്നുകൂടി പോയി കാണാം. അപ്പോൾ ഈ GPയുടെ ക്വസ്റ്റ്യൻ എന്തായാലും വരുമല്ലോ. അപ്പോൾ നിങ്ങൾ മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി പോയി കാണാം. ഓക്കെ, A³ × A × A³ r × r² r³ is equal to 64. ഓക്കെ, ഇങ്ങനെ റിലേഷൻ കിട്ടി. പിന്നെ നമുക്ക് തന്നിട്ടുള്ളത് A1 × A2 × A3 × A4 × A5 32. സോ A × AR × AR² × AR³ × AR⁻4 × AR⁵ അല്ലേ? 1 2 3 4 5 6 5 AR⁵ ഇല്ല, AR⁵5 വരെ ഉള്ളൂ. ഓക്കെ ഓക്കെ 1 2 3 4 5 ഓക്കെ ഈക്വൽ ടു 32 എന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഫസ്റ്റ് ഇക്വേഷൻ അല്ല, സെക്കൻഡ് ഇക്വേഷനെ ഫസ്റ്റ് ഇക്വേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്താ, ഈ ടേം പോവും. A1 A2 A3 രണ്ടിൽ കോമൺ ആയിട്ടുണ്ട്. സോ നമുക്ക് കിട്ടും AR³ × AR⁻4 is equal to 64 അല്ല 32/64. 32/64 എന്ന് പറയുന്നത് 1/2. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ നമുക്ക് ഫർദർ A² × r⁻7 is equal to 1/2 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, A² × r⁻7 is equal to 1/2 എന്നുണ്ട്. A³ × r³ is equal to 64 എന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ, ഇവിടെ നമുക്ക് A³ × r³ AR⁻³ എന്ന് എഴുതാം. AR⁻³ is equal to 64. അപ്പോൾ AR is equal to ³ എന്ന് പറയും. ³ എന്ന് പറഞ്ഞാൽ 4 ആണ് അല്ലേ? 4² is equal to 60. 60 × 4 is equal to 64. യെസ്, ³ എന്ന് പറയുന്നത് 4 ആണ്. AR is equal to 4 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ AR is equal to 4 എന്ന് കിട്ടി. A² r⁻7 is equal to 1/2 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ക്വസ്റ്റ്യനിൽ കോമൺ റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. കോമൺ റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 2 മെത്തേഡിൽ ചെയ്യാം. ഒന്നുകിൽ ഇതിനെ സ്ക്വയർ ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, ഇതിനെ സ്ക്വയർ ചെയ്തിട്ട് ഇതിനായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സ്ക്വയർ ക്യാൻസൽ ആയി പോയിട്ട് നമുക്ക് ആറിൻ്റെ ടേം മാത്രമായിട്ട് കിട്ടും. അല്ലെങ്കിൽ ജസ്റ്റ് ഇവിടെ എനെ ആറിൻ്റെ ടേംസിലായിട്ടാക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് അങ്ങനെ ചെയ്യാം. A is equal to 4/r എന്ന് കിട്ടും. അപ്പോൾ A² എന്ന് പറയുന്നത് ഇതെടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. A² എന്ന് പറയുന്നത് 4/r² × r⁻7 എന്ന് കിട്ടും. r⁻7 is equal to 1/2. അങ്ങനെയെങ്കിൽ 4/r² എന്ന് പറയുന്നത് എത്ര വരും? 16/r² × r⁻7 is equal to 1/2 എന്ന് വരും. സോ ഇത് r⁵5 എന്നാവും. സ്ക്വയർ r⁻7 - r⁻2 ഡിവൈഡ് ബൈ r⁻2 എന്ന് പറഞ്ഞാൽ r⁻7 - 2 r⁻5. r⁻5 is equal to 1/2 × 16, that is 1/32. r⁻5 is equal to 1/32 എന്ന് കിട്ടി. r⁻5 is equal to 1/32. അങ്ങനെയാണെങ്കിൽ r is equal to 1/32 ഞാൻ പറഞ്ഞില്ലേ, നമുക്കറിയാം 2/5 ആണ് 32. സോ 32 എന്ന് പറയുന്നത് it is 2. സോ r is equal to 1/2 എന്ന് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടി. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി 1/2. ഓക്കെ, സോ ഓപ്ഷൻ ഡി 1/2 is the correct answer. സോ ഇത്രയുള്ള പാർട്ട് 1 10 ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് പാർട്ട് 2 ആയിട്ട് കാണാം. പാർട്ട് 2 ഓക്കെ 10 to 20 അങ്ങനെ 75 അല്ലേ? സോ വിൽ ടേക്ക് പാർട്ടായിട്ട്
തീർക്കാം. ഓക്കെ. സോ പാർട്ട് വരേക്കും ബൈ. ഒരു കാര്യം ഇത് ഈ സെഷൻ PDF അതായത് ഇപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തില്ലേ? ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ സൊല്യൂഷൻ എഴുതിയില്ലേ? ആ സൊല്യൂഷന്റെ PDF ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ഡ്രൈവ് ലിങ്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവിടെ നോക്കാം. ഓൾസോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ എന്തായാലും ചോദിക്കുക. ഓക്കെ. എന്തുണ്ടെങ്കിലും നമുക്ക് ഹെൽപ്പ് ചെയ്യാം. ഓക്കെ. അപ്പോൾ സെഷൻ PDF വേണ്ടവർ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അഗൈൻ വൺസ് അഗൈൻ ബൈ.